ഇളവുണ്ട്. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൈയൊടിഞ്ഞോ നിസ്കരിക്കണം, കാല് മുറിഞ്ഞോ നിസ്കരിക്കണം, നട്ടെല്ല് തളർന്നോ നിസ്കരിക്കണം, എയ്ഡ്സ് ബാധിച്ചോ നിസ്കരിക്കണം, ക്യാൻസർ ബാധിച്ച് RCCയിൽ അഡ്മിറ്റ് ആണോ, ബോധമുണ്ടോ, ജീവനുണ്ടോ, സ്വബോധമുണ്ടോ, അയാൾ നമസ്കരിക്കണം. കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കുമ്പിട്ടിട്ടാണെങ്കിലും മനസ്സിൽ മുഖമെടുത്തിട്ടാണെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്താൻ ഇസ്ലാമിൽ പാടില്ല. എന്നിട്ട് പ്രവാചകന്റെ വാക്കെന്താണ്? ആ 5 വക്ത് നിസ്കാരത്തിൽ ഒരു പെൺകുട്ടി വിജയിച്ചാൽ, ഒരാൺകുട്ടി വിജയിച്ചാൽ ഫഖദ് ഫാസ വഅൻജഹ, ബാക്കിയുള്ള ചെറിയ പാപങ്ങൾ മുഴുവൻ അല്ലാഹ് പുറത്തു കൊടുക്കും, സ്വർഗത്തിലേക്ക് മാലാഖമാർ കൂട്ടിക്കൊണ്ടുപോകും. അല്ല, 5 വക്ത് നമസ്കാരത്തിൽ ഒരാൾക്ക് പിഴവ് പറ്റിയാൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഫഖദ് ഖാബ വഖസിറ, പിന്നീട് പടച്ചതമ്പുരാന്റെ മുന്നിൽ ഞാൻ നാട്ടിലെ കുട്ടികൾക്ക് ഉപകാരമുള്ള ഒരു നല്ല കുട്ടിയായിരുന്നു,